നാളെ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി ഷെയർ ചെയ്യാമെന്നാണ് നമ്മളൊരു ഷോർട്ട്സിൽ പറഞ്ഞിരുന്നു. സോ നമുക്കിന്ന് ഷെയർ ചെയ്യാം. അതുപോലെ അതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ നമുക്കതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. ഹായ്, നമ്മളെ സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചാർട്ട് എപ്പോഴും നോക്കണം. ഞാൻ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട് മാത്രമേ നോക്കാറുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഡാറ്റ പോയിൻറ്റ്സ് കളക്ട് ചെയ്യണം പറഞ്ഞില്ലേ. നമ്മളിവിടെ ഡാറ്റ എക്സലിലും ചെയ്യും, പിന്നെ അതുപോലെ നോട്ടിലും ചെയ്യും. നോട്ടിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന കാരണം മൈൻഡിൽ എപ്പോഴും ഭയങ്കര ഓർമ്മയായിരിക്കും. സോ ഞാനത് കാണിച്ചു തരാം. ഡാറ്റ നമ്മുടെ ഡാറ്റ ഓരോ ദിവസത്തെയും ഡാറ്റ കറക്റ്റ് എഴുതിയേക്കും. ഇതിൽ നമ്മൾ IB റേഞ്ച് ഫസ്റ്റത്തെ 1 hour റേഞ്ച് ഉണ്ടാവും, ആവറേജ് IB ഉണ്ടാവും. IBയിൽ ഫസ്റ്റത്തെ 1 hour ട്രേഡ് ചെയ്യണ വോളിയം ഉണ്ടാവും. അതുപോലെ ആവറേജ് IB വോളിയം ഉണ്ടാവും, റേഞ്ച് ഉണ്ടാവും, ആവറേജ് റേഞ്ച് ഉണ്ടാവും, വോളിയം ഉണ്ടാവും, ആവറേജ് വോളിയം ഉണ്ടാവും. ഇത് ഓരോന്നും എന്താ പറഞ്ഞുതരാം. IB ആവറേജ് IB വോളിയം ഞാൻ പണ്ട് ട്രേഡ് എടുത്തിരുന്നു 1 hour. പിന്നെ ഞാൻ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യാതായപ്പോൾ ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ പിന്നെയാണ് മനസ്സിലായത് ലോവിക്സിൽ മാർക്കറ്റിൽ ആ ഒരു സ്ട്രാറ്റജി കറക്റ്റായി വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. കറണ്ട് ടൈമിൽ ഞാനൊരു വേറൊരു ഇല്യൂഷനിലായിരുന്നു. എങ്ങനെ പറയാം, നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നു ആ ടൈമിൽ. ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിയാനിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് ചെയ്യണം. നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാതെ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് പോലും ആലോചിച്ചില്ല. അതായത് നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ സിംഗിൾ ലോട്ട് ചെയ്തിരുന്നത് പെട്ടെന്ന് ലോട്ട് സൈസ് കൂട്ടി നേരെ ഡബിളാക്കി ക്യാപിറ്റൽ ഇങ്ങനെ വാഷൗട്ടല്ല നമ്മളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ശ്രദ്ധിക്കണേ അല്ല. അങ്ങനെ പിന്നെ ഒരു പോയിന്റിലെത്തിയപ്പോൾ മനസ്സിലായി സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല മനസ്സിലായി. അങ്ങനെ നമ്മളത് അവിടെ കട്ട് ചെയ്ത് പിന്നെ സ്ട്രാറ്റജിയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ IB വോളിയത്തിൻ്റെയും, അതായത് ഫസ്റ്റത്തെ 1 hourൻ്റെയും അതുപോലെ ആവറേജ് IB വോളിയം ഫസ്റ്റത്തെ 1 hourൻ്റെ വോളിയം ഫസ്റ്റത്തെ 1 hourൻ്റെ റേഞ്ചും ഞാനിപ്പോഴും എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ബാക്ക് ടെസ്റ്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് ലോവിക്സ് മാർക്കറ്റിൽ ആ സ്ട്രാറ്റജി വർക്കിംഗ് ആണെന്ന്. ദെൻ പിന്നെ വരുന്നത് റേഞ്ചും ആവറേജ് വോളിയം. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മൊത്തം നമ്മൾ ഡേ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഡേയുടെ ഹൈയും ലോയും. ഇപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഡേ ക്യാൻഡിൽ ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ലാസ്റ്റത്തെ 25,020 24,878 തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ഞാൻ റേഞ്ചായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. വോളിയം ഓർഡർ ഫോയിൽ ഡേ ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ അന്ന് വരുന്ന വോളിയം ഇതുകൊണ്ട് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമ്മൾ ആവറേജ് റേഞ്ച് എടുക്കുന്നത് 10 ദിവസത്തെ ആവറേജാണ്. അതായത് മുന്നത്തെ 10 ദിവസത്തെ ഇത് 01/10/2025. ഇതിൽ 03/10/2025 കയറാണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 04/10/2025 ശനിയാഴ്ച. സോ ഇപ്പോൾ ഞാൻ ഈ ബാക്ക് ഇത് 1-ാം തീയതി അത് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ബാക്കൊക്കെ ഇങ്ങനെ 1 1 2 3 4 5 6 7 8 9 10 ഇത് വരക്കില്ല. ഈ ഒരു ഇത് പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കണതാണ് ഈ ആവറേജ് എഴുതുന്നത്. അങ്ങനെയാണ് ഇതെല്ലാതും. 10 ദിവസത്തിൻ്റെ ആവറേജാണ് ഇവിടെ കാണുന്നത്. ദെൻ 10 ദിവസത്തെ വോളിയത്തിൻ്റെ ആവറേജാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഞാൻ ATR പറഞ്ഞിട്ട് രാവിലെ ലൈവിൽ പറയാറ്. ഓക്കെ, അടുത്ത് നമ്മളെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അവസ്ഥ ഒരു 10 മിനിറ്റിലുണ്ടല്ലോ, അതിൽ നമ്മൾ ATR അതായത് ആവറേജ് ട്രൂ റേഞ്ച് നമ്മളിപ്പോൾ 10 ദിവസത്തെ ആവറേജ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ 20% വന്നാലാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി ക്രൈറ്റീരിയാസ് ആയിട്ട് പറയും നമ്മൾ എൻട്രി എടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇന്നലെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ATR വന്നിട്ടുണ്ടായിരുന്നു 175 പോയിൻറ്റ്സ്. സോ 35 പോയിൻറ്റ്സ് റേഞ്ച് ഫസ്റ്റത്തെ 10 മിനിറ്റിൽ അച്ചീവ് ചെയ്താൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന. അത് ഫസ്റ്റത്തെ 10 മിനിറ്റിൽ അച്ചീവ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മാർക്കറ്റ് ഓപ്പൺ ഇറ്റ്സെൽഫിൽ തന്നെ ആ ഒരു റേഞ്ച് മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ലൈവിൽ പറയുന്നുണ്ട്, ഞാൻ 9:15 ചിലപ്പോൾ 4 സെക്കൻഡ് 5 സെക്കൻഡ് ആകുമ്പോഴത്തേന് ഇത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 4-5 സെക്കൻഡിനുള്ളിൽ ഞാൻ ട്രേഡ് എടുക്കലുണ്ട്. സോ ആ റേഞ്ച് അപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ, അത് 9:15 മുതൽ 9:25 വരെയുള്ള ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മളെ ആ ഒരു ആവറേജ് ATRൻ്റെ 20% മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ എൻട്രി നമ്മൾ എടുക്കുക. സോ അതുപോലെ നമ്മൾ വോളിയം എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിക്സ് 16 മുകളിലുള്ള ദിവസങ്ങളാണ് ഇങ്ങനെ നല്ലൊരു വോളിയം ഫസ്റ്റത്തെ 10 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേഡ് കുറച്ചധികം നേരം ഹോൾഡ് ചെയ്യും. ഇപ്പോൾ ഈ ട്രേഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ വരുന്നവർക്കറിയാം, ചിലപ്പം 9:15 കയറി കഴിഞ്ഞാൽ ഒരു 1:2 9:20 25 9:30 ആകുമ്പോഴത്തേന് നമ്മളെ എക്സിറ്റ് ആവും. ഇനി ലോസ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇതേമാതിരി ഒരു 4-5 മിനിറ്റ് ചിലപ്പം 1 മിനിറ്റിലൊക്കെ കാരണം ലൈവ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, 1 മിനിറ്റിലൊക്കെ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം എടുക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ വിക്സ് 16+ ഉള്ള ദിവസങ്ങളിലൊക്കെ എന്താ പറയുക നമുക്ക് നല്ല മൂവ്മെൻറ്റ് വരും. സോ അങ്ങനത്തെ ദിവസം നമുക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്.
പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 35 പോയിൻറ്റ്സാണ് നമ്മൾ ഇപ്പോൾ ഇന്നലത്തെ ATR പറഞ്ഞത്. അതിൻ്റെ ഹാഫിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 17 പോയിൻ്റൊക്കെ വരെ മാർക്കറ്റ് അതായത് നമ്മൾ ATR അച്ചീവ് ചെയ്ത് 35 പോയിൻറ്റ്സ് മാർക്കറ്റ് വന്ന് നമ്മൾ എൻട്രി എടുത്തു. മാർക്കറ്റ് ഒരു 10 പോയിൻറ്റ് 3-4 പോയിൻറ്റ് അപ്പ് സൈഡ് വന്നതിന് ശേഷം പിന്നെ മാർക്കറ്റ് താഴെ വരിക. സോ താഴെ വന്ന് നമ്മൾ ആ ഒരു റേഞ്ചിൻ്റെ ഹാഫിൻ്റെ താഴെ വന്ന് ഇപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ആണെങ്കിൽ 35 പോയിൻറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ താഴെ വന്ന് കഴിഞ്ഞാൽ ഒരു 70.5 അത് 17.5 ഒക്കെ താഴേക്ക് റീട്രേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എൻട്രി എക്സിറ്റ് ചെയ്യും. അതാണ് ഒരു SL ചെയ്യാനുള്ള ഒരു മാർഗ്ഗം. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ വിക്സ് മാർക്കറ്റിൽ ഞാൻ വിക്സ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് എന്താ പറയുക ലോസ് ബുക്ക് ചെയ്യുക. ഒരു എക്സാമ്പിൾ 11 ഒക്കെ അല്ലെങ്കിൽ 10 ഒക്കെ വിക്സ് ഉള്ളൂ വെച്ചാൽ 10 പോയിൻ്റ് ഞാൻ റിസ്ക് എടുക്കാറുള്ളൂ. ഇത് 750 ഇത് 75 ആണ് ഇപ്പോഴത്തെ ലോഡ് സൈസ് വരുന്ന മാർക്കറ്റ്. സോ 750 പോയിൻ്റ് ലോസ് നമ്മളാ പെർ ഡേ, 1500 പോയിൻ്റ് പ്രോഫിറ്റ് 20%. അത് വിക്സ് 10-11 ഒക്കെ ആകുമ്പോൾ 12 ആകുമ്പോൾ തന്നെ 20, 13 ആകുമ്പോൾ 30 ആ ഒരു റേഞ്ചിൽ ഞാൻ മാറ്റും. അത് ലൈവിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ആ ഒരു എന്താ പറയുക ഇത് ചേഞ്ച് ചെയ്യണമെന്ന്. അത് വിക്സ് മാറുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നമ്മളെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ജേണൽ എഴുതിയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ജേണലിൽ നമ്മൾ എൻട്രി കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ ജേണലിൽ വന്ന മിസ്റ്റേക്കുകളിൽ നിന്നാണ് നമ്മളെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത്. സോ നമ്മൾ വന്ന മിസ്റ്റേക്സ് അതുപോലെ ചില ദിവസം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താ പറയുക നമുക്ക് ആവശ്യമില്ലാത്ത ദിവസം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അവർക്ക് ഇങ്ങനെ ജേണൽ എഴുതിയതിൻ്റെ ശേഷം എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലാക്കി. സോ ജേണലിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ഇത് ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. നാളത്തെ പ്ലാൻ എന്താണെന്ന് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് പറയില്ലേ, മന്ത്ലി എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, വീക്കിലി എങ്ങനെ മൂവ് ചെയ്യുന്നത്, ഡെയിലി, അതേപോലെ മാർക്കറ്റ് പ്രൊഫൈൽ ലുക്കിങ്ങിന്, ഓർഡർ ഫ്ലോ ലുക്കിങ്ങിൽ, അതുപോലെ വിക്സ് എഴുതും. പിന്നെ ആ ഒരു ദിവസത്തെ മാർക്കറ്റ് പ്രൊഫൈൽ തിയറി വെച്ചിട്ട് മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആയി എന്നുള്ളതുണ്ടാവും. അത് മൊത്തം നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ഇത്രയാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്ന 3 കാര്യങ്ങൾ. ഓക്കെ നമ്മൾ ചാർട്ട് ഓപ്പൺ അപ്പോൾ നമ്മൾ റേഞ്ച് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് 1 ഡേ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈയും ലോയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണതാണ് നമ്മളൊക്കെ ആവറേജ് ATR വരുന്നത്. സോ കാൽക്കുലേറ്റർ എടുത്ത് കാണിച്ചു തരാം. നമ്മളെ ഈ ഡേയുടെ റേഞ്ച് 25,020 മൈനസ് 248786 248,786 ഓക്കെ 141.4 പോയിൻ്റാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് ചെയ്ത ദിവസം. അതായത് ഫ്രൈഡേ 03 ഒക്ടോബർ 2025 ട്രേഡ് ചെയ്ത ആ ഒരു റേഞ്ച് ആയിരുന്നു. അതാണ് നമ്മൾ നേരത്തെ നോട്ട്ബുക്കിൽ റേഞ്ച് എന്നുള്ളൊരു ഭാഗം കണ്ടില്ലേ, അവിടെ എഴുതുക. പിന്നെ ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ ഗോ ചാർട്ടിങ്ങിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന കാരണം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ റേഞ്ചൊക്കെ ഇവിടെ ഹൈ മൈനസ് ലോ ഇതിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാനിത് നോക്കിയിട്ട് ജസ്റ്റ് അത് മാറ്റി ചെയ്തുള്ളൂ. ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഉപയോഗിക്കണമല്ലാണെങ്കിൽ ഇതേമായിരിക്കും എന്താ പറയുക മാനുവലി നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്തിട്ട് റേഞ്ച് എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ വോളിയം ഞാൻ കാൽക്കുലേറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1 ഡേ ഒന്നുമില്ല, നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് എടുത്ത് 1 ഡേ അടിച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് ആ ഡേയിൽ ട്രേഡ് ചെയ്ത ടോട്ടൽ വോളിയം കിട്ടും 60.92K. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ മറ്റേ നോട്ട്ബുക്കിൽ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടേക്ക് എഴുതുക. പിന്നെ അതുപോലെ 1 ഹവറിൻ്റെയും നമുക്ക് 1 ഹവർ വേണമെന്ന് വെച്ചാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റത്തെ 9.15 ക്യാൻഡിൽ 21.97K. ഓക്കെ, അതേമാതിരി ഇവിടെ ഫസ്റ്റത്തെ 1 ഹവർ റേഞ്ചും ഇവിടെ IB റേഞ്ചും പറഞ്ഞിട്ടുണ്ടാവും 81.7. IB റേഞ്ചും ഡെയിലി റേഞ്ചും ഒക്കെ കാര്യം ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. സോ നമ്മൾ എന്താ പറയുക ട്രേഡ് എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിൽ മാർക്കറ്റ് എവിടെ എന്താ പറയുക ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ
ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മളെ ഇപ്പോൾ നമുക്ക് ആവറേജ് റേഞ്ച് കിട്ടിയിരിക്കുന്നത് 250 പോയിൻറ്റ്സാണ്. സോ അപ്പോൾ അതിൻ്റെ 20% പറയുമ്പോൾ 50 പോയിൻറ്റ്സ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു 9-16 ആയപ്പോൾ ഇത് 9-15 മാർക്കറ്റ് ഓപ്പൺ ആയി മാർക്കറ്റ് ഇങ്ങനെ കയറി അങ്ങനെ 50 പോയിൻറ്റ് റേഞ്ച് മീറ്റ് ചെയ്തു. ഇതിപ്പോൾ ടോട്ടൽ 50 പോയിൻ്റ് ഉണ്ട്. സോ മാർക്കറ്റ് അപ്പ് സൈഡ് മൂവ് ചെയ്ത കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരു CE ബൈ ചെയ്തിട്ടുണ്ടാവും. CE ബൈ ചെയ്ത് ഓക്കെ, സ്റ്റോപ്പ് ലോസ് പറയുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹാഫിലാണ് നമ്മൾ വരിക. സോ ഇപ്പോൾ ടോട്ടൽ 50 പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്കിവിടെ 25 പോയിൻറ്റ്സിലേക്കാണ് നമ്മളെ ഈ SL വരിക. 25 പോയിൻറ്റ്സ് SL. അപ്പോൾ ഇനി ചാൻസ് ഉള്ളത് ഒന്ന് മാർക്കറ്റ് അപ്പ് സൈഡ് മൂവ് ചെയ്യാനാണ്. സോ മാർക്കറ്റ് ഇങ്ങനെ അപ്പ് സൈഡ് മൂവ് ചെയ്ത് അപ്പോൾ നമ്മളെപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ നിഫ്റ്റി ഇൻ ദ മണി ഓപ്ഷൻസ് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. അതായത് ഒരു 300 പോയിൻറ്റ്സിലും മിനിമം നിഫ്റ്റിയിൽ ഇൻ ദ മണി എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക 25,000 നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആയി വിചാരിക്കുക. സോ 24,700 CE സൈഡ് ആണെങ്കിൽ 24,700 അതുപോലെ PE സൈഡ് ആണെങ്കിൽ ഒരു 25,300 എങ്കിലും ഇൻ ദ മണി ആണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. സോ നമ്മൾ എൻട്രി എടുത്തു. ഇപ്പോൾ നമുക്കിതൊരു 200 രൂപക്കാണ് നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. എൻട്രി 200 രൂപ കിട്ടി. മാർക്കറ്റ് ഇങ്ങനെ കയറാൻ തുടങ്ങി. മാർക്കറ്റ് ഇങ്ങനെ കയറുമ്പോൾ ഈ ഓപ്ഷൻസും ഇങ്ങനെ കൂടുണ്ടാവും. സോ 25 പോയിൻ്റ് SL പറയുമ്പോൾ മിനിമം എന്താ പറയുക ഓപ്ഷനിൽ ഒരു 20 പോയിൻ്റൊക്കെ ഇൻ ദ മണിയിൽ മൂവ് ചെയ്യാറ്. സോ 20 പോയിൻ്റ് കാരം നമ്മളെ മിനിമം റിസ്ക്. മാർക്കറ്റ് ഇങ്ങനെ മേലെ പോകുന്നു. അപ്പോൾ ഈ 200 ഉള്ളത് 220 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 20 നമ്മൾ SL എടുത്ത് കോസ്റ്റിൽ വെക്കും. അതായത് ഈ SL ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് SL നമ്മളെ 200 ഉണ്ടായിരുന്നത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 200 ചേഞ്ച് ചെയ്തിട്ട് 202 ആക്കും. മനസ്സിലാകാൻ വേണ്ടിയിട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ എൻട്രി കോസ്റ്റിലെത്തി. അപ്പോൾ നമുക്ക് എന്ത് ഉപകാരം വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര വോളറ്റാലിറ്റി കയറും. സോ പെട്ടെന്ന് മാർക്കറ്റ് സഡനായി ഫോളോ ആയി കഴിഞ്ഞാലും നമുക്ക് വിഷയമല്ല. നമുക്ക് ഒരു 150 പോയിൻറ്റ്സ് പ്രോഫിറ്റിലാണ് നമ്മളന്ന് എക്സിറ്റ് ചെയ്തത്. സോ നമുക്ക് ടാക്സും കാര്യങ്ങളും കൊടുക്കാനുള്ള ഒരു കോസ്റ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റ് നമ്മളെ എന്താ പറയുക SL 202 എത്തി. ഞാൻ ആ ഡാറ്റ പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരത്തെ എടുത്ത് മിസ്സായി. സോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ നമ്മൾ 202 നമ്മൾ കോസ്റ്റിലേക്ക് നമ്മളെ SL മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് മേലേക്ക് കയറും തോറും അതായത് 1:2 മിനിമം എയിം ചെയ്യണം. സോ 220 പോയി 240 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് വയ്ക്കുക. അതായത് 1:2. ചില ദിവസം നിങ്ങൾ ഈ സ്ട്രാറ്റജി ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഫോളോ ആവണോ കാലത്ത് ഇങ്ങനെ ഫോളോ ആയി ജസ്റ്റ് ഒരു പുൾ ബാക്ക് ഒന്നും ഇങ്ങനെ ഫോളോ ആയി ഇങ്ങനെ ജസ്റ്റ് ചെറിയൊരു പുൾ ബാക്ക് ഒന്നും അങ്ങനത്തെ ദിവസമൊക്കെ ആ ഒരു ഫസ്റ്റത്തെ 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 80 പോയിൻറ്റ് 70 പോയിൻ്റൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ദിവസം നമ്മൾ ട്രയൽ ചെയ്ത് അതായത് മാർക്കറ്റ് താഴെ വീഴുന്തോറും അല്ലെങ്കിൽ മാർക്കറ്റ് കയറി പോകുന്തോറും നമ്മൾ പതുക്കെ ട്രയൽ ചെയ്ത് പോയിട്ട് മാക്സിമം പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ നോക്കും. സോ അതാണ് നമ്മളെ ബേസിക് സ്ട്രാറ്റജി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് മാർക്കറ്റിൽ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ചെയ്യുന്ന രീതിയാണ് വൈറ്റ് ബോർഡ് ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ മന്ത്ലി OHLC ലുക്കിങ്ങിൽ ചിലർ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കും. ഞാൻ OHLC ആണ് നോക്കുക. അതായത് ഈ കുറച്ചുകൂടി നോക്കി ഡാറ്റ എടുക്കാൻ കുറച്ചുകൂടി സുഖം OHLC ആണ്. സോ ഞാൻ നോക്കും എങ്ങനെ മന്ത്ലി എങ്ങനെ ഈ മാസം റിയാക്ട് ചെയ്യണം. സോ ഇപ്പോൾ ഈ മാസം ഒക്ടോബർ മന്ത്, ഇത് സെപ്റ്റംബർ മന്തിൻ്റെ ക്യാൻഡിൽ നല്ലൊരു ടെയിൽ കാണാണ്ട് സെല്ലിങ് ടെയിൽ. സോ ഈ മാസം നമ്മൾ ട്രേഡ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം റിജക്റ്റായ ആ ഒരു ഏരിയയിലാണ്. സോ ഈ മാസം നമ്മൾ സൈഡ് ബൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോഷ്യസ്, അതായത് എപ്പോഴൊരു അതായത് മാർക്കറ്റ് എപ്പോഴും തിരിച്ചടിക്കാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ട്രേഡ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജർ സ്കെയിലിൽ നോക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഒരു സെല്ലിങ് സോണിലാണ് നിൽക്കുന്നത്. സോ ഈ ഒരു ഏരിയ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു മൂവ് മേലെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യം മന്ത്ലി അങ്ങനെ നോക്കി ഓക്കെ അങ്ങനെ നമ്മൾ ബുക്കിൽ എഴുതി വെച്ച് പിന്നെ നമ്മൾ വീക്കിലി നോക്കും. ഓക്കെ, വീക്കിലി നോക്കുമ്പോൾ ഓക്കെ കഴിഞ്ഞ വീക്ക് നല്ല സെല്ലിങ് നടന്നു, ഈ വീക്കിൽ ബൈയിങ് കാണാണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ടാട്ടോ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡെയിലി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടും. ഡെയിലി ഈ സെല്ലിങ് ടൈല് വരുന്ന ദിവസം അതിപ്പോൾ ഫ്രൈഡേ ഒരു സെല്ലിങ് ടൈലുള്ള ദിവസമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഫ്രൈഡേ ഒഴിവാക്കാം. ഓക്കെ, ഈ ദിവസം ഞാൻ ലോസ് ബുക്ക് ചെയ്ത ദിവസമാണ്.
മൺഡേ 29 സെപ്റ്റംബർ അന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പണായി ഹൈ പോയി മാർക്കറ്റ് താഴെ വന്ന് ക്ലോസ് ആയി. അത് മൺഡേ അത് കഴിഞ്ഞ് ട്യൂസ്ഡേ മാർക്കറ്റ് ഓപ്പൺ ആയത് സെപ്റ്റംബർ മാസം ലാസ്റ്റ് ദിവസം. ആക്ച്വലി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ CE എടുക്കില്ല എന്നാണ്. ബട്ട് ചില ദിവസം നമ്മൾ സൈക്കോളജി പ്രശ്നം വരുമല്ലോ. സോ അന്ന് ഞാൻ CE ട്രേഡ് എടുത്ത് നമ്മൾ ലോസ് വയ്ക്കുന്നത്. ഈ ടെയിൽ സോൺ ലോസ് എന്താ നമ്മളങ്ങനെ അതായത് ബൈങ് ടെയിലുള്ള ദിവസം PE എടുക്കാറില്ല പിറ്റേ ദിവസം. അതുപോലെ സെല്ലിങ് ടെയിൽ ഇപ്പോൾ ഇന്നലെ വന്നു വെച്ചാൽ ഇന്ന് CE എടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ മിനിറ്റുകളിൽ ഇന്നലത്തെ ഒരു സെല്ലർ ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. സോ അതാണ് പിന്നെ നമ്മളൊരു റൂൾ വരുന്നത് ട്രേഡ് ചെയ്യുമ്പോൾ. അത് ലൈവിൽ വന്ന് അതായത് ഞാൻ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി മനസ്സിലാവും ലൈവ് മാർക്കറ്റിലാകുമ്പോൾ. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് എത്രത്തോളം അറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ റേഞ്ച് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത ഡൗൺ സൈഡ്, പക്ഷേ ഞാൻ ആ ട്രേഡ് എടുത്തില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുധനാഴ്ച വ്യാഴാഴ്ച മാർക്കറ്റ് ഉണ്ടാവില്ല. ബുധനാഴ്ച മാർക്കറ്റ് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേയിൽ ക്ലോസ് ചെയ്ത് ഒരു ബുള്ളിഷ്. സോ പിന്നെ മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ആയത് ഫ്രൈഡേ ഓപ്പൺ ആയത് ഇവിടെയായിരുന്നു. അതായത് ഈ ഒരു ബുള്ളിഷ് റിഫറൻസിൻ്റെ മേളിൽ, അതായത് ആ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ അപ്പർ ഡിസ്ട്രിബ്യൂഷനിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അങ്ങനത്തെ ദിവസം അതായത് സ്റ്റിൽ ബുൾസാണ് കൺട്രോളിൽ നിന്നാണ് അതായത് തിയറി വൈസ്. സോ അത് കാരണമാണ് ഞാൻ അവിടെ CE എടുക്കാൻ. ദെൻ മാർക്കറ്റ് ഇപ്പോൾ താഴെ വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടോ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്ത് പിന്നെ മാർക്കറ്റ് ഇപ്പോൾ കയറിപ്പോയി. അപ്പോൾ ഈ ഫസ്റ്റ് മിനിറ്റ്സിലൊക്കെ താഴെ റേഞ്ച് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന വെച്ചാലും നമ്മൾ ഇതുപോലെ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അതുവരെയ്ക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സിലൊന്നും നമ്മൾ ആ ഒരു സൈഡ് ട്രേഡ് എടുക്കില്ല. ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ ഞാൻ രാവിലെ ലൈവിൽ വരുമ്പോൾ ഒന്ന് ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി മനസ്സിലാവും. ഓക്കെ, സോ നമ്മളെ എൻട്രിയും കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ, ഞാൻ പറഞ്ഞത് എത്ര ആൾക്ക് മനസ്സിലായി എന്നൊക്കെ അറിയില്ല. ഞാൻ ടീച്ച് ചെയ്യാൻ അത്ര ഒരു പ്രൊഫഷണലൊന്നുമല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റെക്കോർഡ് ചെയ്തൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ട്. സോ പിന്നെന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളൂ, ഒരു കുഴപ്പമില്ല. മുബഷിർ ഇൻസ്റ്റാന്ന് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ID കിട്ടും. ഫോളോ ചെയ്യുന്നു വേണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ ഞാൻ അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞുതരാം. എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നു. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ഈ ഒരു കാര്യത്തിൽ. സോ ഞാൻ എൻ്റെ ആ ഒരു സ്ട്രാറ്റജി ഞങ്ങൾക്ക് പകർന്നു തരാൻ നോക്കിയിരിക്കണ്. എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയിരിക്കണമെന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളെ. സോ എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാലത്ത് ലൈവിൽ വരുമ്പോൾ ഒരു 9-10 ആകുമ്പോൾ ഞാൻ ലൈവിൽ വരാറ്. ആ സമയത്ത് ലൈവിൽ വരികയാണെങ്കിലും നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാം മാർക്കറ്റിൽ പറ്റിയിട്ട്. അത് ഒരുപാട് നേരമൊന്നും ഉണ്ടാവില്ല, നമ്മളെ ട്രേഡ് കഴിയണ വരെ ഞാൻ മാർക്കറ്റിൽ ഇരിക്കുള്ളൂ. സോ കൂടുതലൊന്നും പറയല്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തതും കാര്യങ്ങളും ആ ഒരു സ്ട്രാറ്റജി പറഞ്ഞൊക്കെ മനസ്സിലായിക്കൊണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെന്തായാലും റെസ്പോൺസ് എന്തായാലും നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചു. ഫോളോ ചെയ്യണമെന്നൊന്നും അല്ല, നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കണം. നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ കൂടുതൽ അതിനെ പറ്റി കൂടുതൽ പിന്നെന്താ പറയുക, എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം. അതുപോലെ ഞാൻ മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാസമാണ്, അതായത് സെപ്റ്റംബറും അതിൻ്റെ മുന്നത്തെ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ, ഈ 2 മാസമാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആക്കിയെടുത്തിട്ട്. കഴിഞ്ഞ ഒരു കൊല്ലം ഞാൻ ഈ ഒരു മാർക്കറ്റിൻ്റെ പിന്നാലെ ഇരുന്ന് ഈ സ്ട്രാറ്റജി ഓരോ ദിവസവും ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ചാനൽ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ കറൻ്റ്ലി എഴുതിക്കൊണ്ടിരിക്കുന്ന ചാനലാണ്. ഇത് നമ്മളിതിൻ്റെ മുന്നേ ഇഷ്ടംപോലെ ലോസ് മേടിച്ച് എഴുതി ഉണ്ടാക്കി ചാനലാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് എഴുതിയിട്ട് ബുക്ക് കഴിഞ്ഞതാണ് ഇത്. ഈ ബുക്കുകളൊക്കെ ഇത് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്ത്, അപ്പോൾ ഓരോ തവണയും ലോസ് കിട്ടിയ ആ ലോസ് ഒന്ന് പഠിച്ച് ഉണ്ടാക്കി ഇപ്പോൾ ഞാനൊരു സ്ട്രാറ്റജി വൈസ് എഴുതി ഉണ്ടാക്കിയൊക്കെ സെറ്റാക്കി. അത് ഓരോ തവണ ലോസ് വരുമ്പോഴും അതിൽ നിന്ന് പഠിച്ച് കാര്യങ്ങൾ മാറ്റി എഴുതി ഓരോ തവണയും മാറ്റി എഴുതി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇതുപോലെ ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായിക്കണമെന്നൊക്കെ അറിയില്ല. അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അതുപോലെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് തരാം. ഞാൻ അറിയുന്ന കാര്യമാണ്, നമുക്ക് അതിനെപ്പറ്റി ഇൻറ്ററാക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാലൊക്കെ മനസ്സിലാവും. ഇതൊക്കെ ഞാൻ ആ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ മാറ്റി എഴുതി വെച്ച കാര്യങ്ങളോ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ. സോ ഇത്ര തന്നെ ഇതിൽ ഇനി പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഒരു അടിപൊളി ട്രേഡർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.